ഇടുക്കി കട്ടപ്പനയിൽ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തൊടുപുഴ കാഞ്ഞിരമറ്റത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണു. നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീട്ടിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ഇടുക്കി കട്ടപ്പനയിൽ കനത്ത മഴയിൽ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. തൊടുപുഴയിലേക്ക് പോയാൽ അവിടെ കാഞ്ഞിരമറ്റത്ത് ചെക്ക് ഡാമിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന നില ഉണ്ടായി. വീട്ടുകാരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ് രാഹുൽ? റിജിത്ത്, ഇടുക്കിയിൽ രാവിലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്. ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ഒരു കെട്ടിടത്തിന്റെ, സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി അത് പൂർണ്ണമായിട്ടും ഇടിഞ്ഞ് തകർന്ന് താഴേക്ക് നിലം പതിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഈ സംരക്ഷണ ഭിത്തി ഇടിയാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് വിശദമായി തന്നെ പരിശോധിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. ബഹുനില കെട്ടിടമാണ്. ഇതിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ അതിന് മുകളിലേക്ക് 3 നില കെട്ടിടം വേറെ ഉള്ളതാണ്. ആളുകൾ താമസിക്കുന്നതാണ് അതിന് ഏറ്റവും മുകളിൽ. അങ്ങനെ നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ കട്ടപ്പന നഗരത്തിൽ തന്നെ ഇടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിന്റെ ഭീകരത മനസ്സിലാക്കാനും കഴിയുന്നതാണ്. എന്തായാലും അടിയന്തരമായിട്ടുള്ള നടപടി അത് ഏത് വിധേനയും ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അപകടത്തിന്റെ തോത് കൂടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി തൊടുപുഴയിൽ ഒരു വീട് ചെക്ക് ഡാം നിറഞ്ഞതിന്റെ ഭാഗമായിട്ട് വെള്ളം വീട്ടിലേക്ക് കയറിയിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും മാറ്റി ആ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.